CPM കുറേ കാലം മാറ്റത്തിൻ്റെ പാതയില്ല. പിണറായി വന്ന കാലം തൊട്ട് മാറ്റത്തിൻ്റെ പാതയിലാണ് CPM. അതുവരെ ഇതൊരു ഓഞ്ഞ പാർട്ടി ആയിരുന്നു. പക്ഷേ ഞാൻ അതിനോട് യോജിക്കില്ല. അല്ല, CPM ഒരു ഓഞ്ഞ പാർട്ടി ആയിരുന്നു. പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് മാറ്റത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി എവിടെയെങ്കിലും നിങ്ങൾ ചായക്കട തുടങ്ങി, ഗൾഫ് പോയിട്ട് നിങ്ങൾ ചായക്കട തുടങ്ങി വിചാരിച്ചു. നിങ്ങൾ ആ മറ്റേ വരവേൽപ്പിലെ മുരളീധരൻ്റെ അവസ്ഥയായി പോകും. മോഹൻലാലിൻ്റെ ക്യാരക്ടറുടെ ഒരു അടുത്ത ദിവസം നിങ്ങൾ പാർട്ടി കുടുംബം കൂടി വെക്കിട്ട് ഒരു കൊടി വെക്കും. കാരണം നിങ്ങൾ നന്നാവൊന്നും ഇഷ്ടപ്പെടില്ല ചുറ്റുമുള്ള കുറേ ആളുകൾക്ക്. അപ്പോൾ അത് നേരിട്ട് അവർ പറയല്ല, അവർ പാർട്ടി വഴി ഒപ്പമില്ല. പാർട്ടിയാണെങ്കിലും ഭൂഷ്വാസിക്കെതിരാണ്. അത് മധ്യകാലത്തല്ലേ പാർട്ടിയുടെ? അതിന് മുൻപ് പ്രാരംഭകാലത്ത് ഈ അധസ്ഥിതരെയും അസംഘടിതരെയും ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ ശരിയാണ്, ആദ്യ കാലഘട്ടത്തിൽ ശരിയാണ്. പക്ഷേ അത് അധസ്ഥിതയൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് നിർത്തിയത്? ജന്മിമാരെ ചൂണ്ടിയത് നിങ്ങൾക്ക് ശത്രുണ്ട്, അവരെ നിങ്ങൾ കൊയ്യും വയലല്ല നിങ്ങളതാകും വയങ്കളിയെ എന്ന് നായന്മാരും ബ്രാഹ്മണരും കൊണ്ട് തന്നെ പാടി. കാരണം അവരതാണ് ഭൂമി. അപ്പോൾ അവർ തന്നെ പറയുന്നത് നിങ്ങളുടേതാവും, നമ്മളെ ഐഡിയോളജി വിശ്വസിച്ചാൽ മതി. ആരോടാ പറഞ്ഞ് ഇഴവനോടും ദളിതനോടും ഒക്കെ. EMS ഒക്കെ അന്ന് ഈ പറഞ്ഞ മുതലാളിമാർക്കെതിരെ കൊടിയെടുത്തൊരു കാനുണ്ടായിരുന്നു. അന്ന് മുതലാളിമാർ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ജനങ്ങളുടെ എന്താണ് ന്യായമായ ആവശ്യങ്ങൾ അടിച്ചമർത്തിയിരുന്നു. പുന്നപ്പോലെ വയറിലൊക്കെ സംഭവിച്ചതാണ്. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? പിന്നെ സമരം ചെയ്യലായി ജോലി, റെസ്പോൺസിബിലിറ്റി ഇല്ല. അങ്ങനെ ഇത് ആദ്യം AITUC കൊണ്ടുവന്നു, പിന്നെ CITU ഏറ്റെടുത്തു, പിന്നെ INTUC ഏറ്റെടുത്തു, പിന്നെ BDS അല്ല വസ്തു സംഘം ഏറ്റെടുത്തു. അപ്പം ഇവരൊക്കെ സംഭവം എന്താ? ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി ചെയ്യാതിരിക്കുക, പിന്നെ കൂലി മേടിക്കുക. അങ്ങനെ പല ഫാക്ടറികളും പൂട്ടി. ആലപ്പുഴയുള്ള ഫാക്ടറികളൊക്കെ അങ്ങനെ പൂട്ടിയത് തൊഴിൽ സംഘടനകൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർക്ക് നേതാക്കന്മാർ ജോലി ചെയ്യില്ല, മറ്റുള്ളവരും ജോലി ചെയ്യില്ല. അവകാശങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ഉത്തരവാദിത്വം മറക്കുകയും ചെയ്തതോടുകൂടിയാണ് ആ ഒരു അവസ്ഥ വന്നത്. അതോടുകൂടി എന്തായി? അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. അപ്പോൾ അത് മാറി. അങ്ങനെ നാട്ടുകാർ ഈ സാധനത്തെ വേർത്തു തുടങ്ങി. മനോരമയൊക്കെ അന്ന് ഒരു 80s 90s കാർട്ടൂൺ നോക്കിയാൽ മതി, വലിയ താടി മീശ പിടിച്ചിട്ടുള്ള CITU കാണാൻ പറ്റും. നോക്കുകൂലി ഇപ്പോഴും ഉണ്ട്, ആലോചിക്കണം. പിണറായി ശക്തമായ നിലപാട് നോക്കുകൂലിക്ക് എതിരെ എടുത്തിട്ട് ഇപ്പോൾ നോക്കുകൂലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പറയുന്നത് AITUC INTUC, പിന്നെ ഓപ്പണായി പറയുന്നത് മസ്തൂ സംഘമാണ്, CITU അല്ല. അതാണ് അതിൻ്റെ സമ്മതം. ഞാൻ പറഞ്ഞത് പിണറായി ഉണ്ടാക്കിയൊരു മാറ്റം എന്ന് വെച്ചത്.